ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനെ നാട് കടത്തിയോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇസ്രായേൽ പാർലമെൻറ്റിൽ വലിയ വിവാദം ഉണ്ടായി. ഇസ്രായേൽ പാർലമെൻറ്റിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ MP അവിടെയുണ്ട് ഡെമോക്രാറ്റ് നാമ ലസിമി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഫിനാൻസ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഇവർ പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു, അതായത് ഈ ഫണ്ടൊക്കെ അനുവദിക്കുന്നുണ്ടല്ലോ, $6,80,000 ഇതുവരെ നെതന്യാഹുവിൻ്റെ മകൻ യയർ നെതന്യാഹുവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഇനി അത് ചെലവഴിക്കണം. ആ ചെക്കൻ അപ്പനെ തല്ലിയിട്ട് അവനെ നാട് കടത്തിയതല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. ചുറ്റും ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഇവർ ഡെമോക്രാറ്റാണ്, അവിടുത്തെ ഈ പറഞ്ഞ പോലെ നെതന്യാഹുവിനെതിരാണ്. ലിക്വിഡ് പാർട്ടി അംഗങ്ങളെല്ലാം ഞെട്ടി. ഇങ്ങനൊരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യമായി പറയുന്നു, ഒന്ന് യയർ എന്ത് ചെയ്തു, നെതന്യാഹുവിനെ തല്ലിയതുകൊണ്ട് ഇയാളെ നാട് കടത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ സിമ്പലാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ. അവരൊക്കെ കാണുന്നത് നമ്മുടെ അവിടെയല്ല, നമ്മുടെ അവിടെ പ്രധാനമന്ത്രി എന്തും പറയാമല്ലോ. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായാലും, നെതന്യാഹു ആവട്ടെ ആരും ആവട്ടെ, പക്ഷേ രാജ്യത്തിൻ്റെ അടയാളമാണ്, രാജ്യത്തിൻ്റെ സിമ്പലാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയെ ഹിറ്റ് ചെയ്ത അടിച്ച ഒരാളെ നാട് കടത്തി, അങ്ങനെയുള്ള ഒരാൾക്ക് സുരക്ഷ കൊടുക്കണോ എന്നാണ് ഫിനാൻസ് കമ്മിറ്റിയിൽ നാമ ലസിമി എന്ന് പറഞ്ഞ വനിതാ MP ചോദിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോക്കായി. മറ്റുള്ളവർ പറഞ്ഞു, എന്ത് വിവരക്കേടാണ് പറയുന്നത്, എന്താ നിങ്ങൾ പറയുന്നതിന് തെളിവ്? അപ്പോൾ ലിക്വിഡ് പാർട്ടി ഉണ്ടല്ലോ, ലിക്വിഡ് പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ പാർട്ടി. ലിക്വിഡ് പാർട്ടിയുടെ അംഗങ്ങൾ ക്ഷുഭിതരായിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയിലാണ് പറയുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നാമ ലസിമി ഒരു കാര്യം ചെയ്യൂ, പരസ്യമായിട്ടൊന്ന് പറയും. പരസ്യമായിട്ട് പറഞ്ഞാൽ സ്യൂ ചെയ്യും, കേസ് കൊടുക്കും. നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ തരണം. ഇത് വളരെ മോശമാണ്. പാർലമെൻറ്റിന് പുറത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ മകൻ പ്രധാനമന്ത്രിയെ അടിച്ചെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി മകനെ നാട് കടത്തി എന്നും പറയാതിന് ഗുരുതരമായ ആക്ഷേപമാണ്. നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നാമ ലസിമി എന്ത് ചെയ്തു, പിന്നെ അതേക്കുറിച്ച് മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞ് നമ്മുടെ ഫണ്ടൊക്കെ ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചർച്ച വഴി മാറ്റിവിട്ടു. പക്ഷേ ഇത് വല്ലാത്തൊരു വിവാദമായി മാറിയിട്ടുണ്ട്. ഈ യയർ നെതന്യാഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നെതന്യാഹുവിൻ്റെ മകനാണ്. നെതന്യാഹുവിൻ്റെ മകനായ യയർ നെതന്യാഹു ലിക്വിഡ് പാർട്ടി തന്നെ അംഗമാണ്, പോഡ്കാസ്റ്ററാണ്, സോഷ്യൽ മീഡിയ ഓൺലൈനിലൊക്കെ വലിയ തരത്തിൽ ഇടപെടുന്ന ഒരാളാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. പ്രധാനപ്പെട്ട ജോലി അവിടെ നാട്ടിൽ നിന്നിട്ട് യൂട്യൂബും ഒക്കെ ഉപയോഗിച്ചിട്ട് വാർത്തകൾ ചെയ്യുക, പോഡ്കാസ്റ്റ് നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച ആളാണ്. പക്ഷേ സമീപകാലത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇസ്രയേൽ ഈ ഗസയ്ക്കെതിരെയും പലസ്തീനികൾക്കെതിരെ എടുക്കുന്ന നടപടികൾക്ക് കരുത്തു പോരാ, ഇവന്മാരെ മുച്ചൂടും മുടിക്കണം. ബെഞ്ചമിൻ നെതന്യാഹു പോലും എടുക്കുന്ന നിലപാട് ശരിയല്ല. അമേരിക്ക ഇപ്പോൾ ബൈഡൻ്റെ കാലത്ത്, ട്രംപ് വരുന്നതിന് മുമ്പാണ്, അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്, അമേരിക്ക ഞങ്ങളെ സഹായിക്കുന്നില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ബൈഡൻ സർക്കാർ അമേരിക്ക ഞങ്ങൾക്കെതിരെ നിരന്തരം പണിതുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ആ സമയത്ത് നെതന്യാഹു പരസ്യമായി ശാസിച്ചു, ഇനി മേലാ നീ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടരുത്, കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാവും. വേറൊരാൾ പറയുന്ന പോലെയല്ല, നെതന്യാഹുവിൻ്റെ പ്രധാനമന്ത്രിയുടെ മകൻ തന്നെ അമേരിക്കയ്ക്കെതിരെ ബൈഡനെതിരെ വിമർശിച്ചാൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിന് യയറിനെ നെതന്യാഹു വിലക്കി എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. അതും മാത്രമല്ല, ഇങ്ങനെ തീവ്രമായ മുസ്ലിം വിരോധം ഇങ്ങനെ നിരന്തരം പറയുന്നു എന്ന് പറഞ്ഞ് ഇസ്രയേലിലുള്ള ചില മുസ്ലിമുകളൊക്കെ പരാതി യയറിനെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പുള്ളി മിക്കവാറും കോടതി പോകും, ജാമ്യം എടുക്കും. ഇങ്ങനെ ലിക്വിഡ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ബെൻഗീവറിൻ്റെയൊക്കെ ആശയങ്ങൾ, ബെൻഗീവറൊക്കെ പറയുന്ന അവരൊക്കെ തീവ്ര നിലപാടുള്ള, ഇത് വെച്ചേക്കരുത്, ഗസ അങ്ങ് ബോംബിട്ട് തകർത്തേക്കണം, ആറ്റം ബോംബുണ്ടല്ലോ വേണേൽ അതുകൊണ്ടിട്ട് ഉമാരെ തീർക്കണം, അൽ ഹക്സ പൊളിച്ചു കളയണം, അവിടെ വന്നിട്ട് യഹൂദരുടെ വിശ്വാസപ്രകാരമുള്ള മൂന്നാമത്തെ ദേവാലയം പണിയണം, മൂന്നാമത്തെ ക്ഷേത്രം എന്നാണല്ലോ പറയുന്നത്, ക്ഷേത്രം പണിയണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ബെൻഗീവറിനെ പോലെ വിലക്കപ്പെട്ട മറ്റു മതക്കാർക്ക് ആരാധന വിലക്കിയിരുന്ന ടെമ്പിൾ മൗണ്ടിൽ ബെൻഗീവർ പോയി, ഓർക്കുന്നില്ല, 2 മാസം മുമ്പ് പോയി എന്ന് മാത്രമല്ല അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ പ്രാർത്ഥിച്ചു, ഇസ്രയേലിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ തീവ്ര നിലപാട്. അത് ശരിക്കും ഇസ്രയേലുമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് കോ എഗ്രിമെൻ്റ് ഉണ്ട്. സ്റ്റാറ്റസ് കോ എഗ്രിമെൻ്റ് പ്രകാരം അൽ അക്സ മോസ്ക് ഉള്ളതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ആരാധന നടത്താവുള്ളൂ, മറ്റുള്ളവർ ചെയ്യരുത്, ഇസ്രായേലുകാർ പോയാലും ആരാധനയൊന്നും നടത്താൻ പാടില്ല എന്ന് ഈജിപ്തും ജോർദാനും
ഇസ്രയേലും ഒക്കെ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ, പ്രധാനമായും ഈജിപ്തുമായിട്ടുണ്ടാക്കിയ കരാർ നിലനിൽക്കെ അവിടെ ഒരു മന്ത്രി പോവുകയും താൻ അവിടെ ആരാധന നടത്തി എന്ന് പറയുകയും ചെയ്യുന്ന വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. കാരണം ആഗോള മുസ്ലിങ്ങളെ ഞെട്ടിച്ചു. കാരണം ഇസ്രായേലിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ആയിരുന്നു ബെൻഗിവർ. അവിടെ ബെൻഗിവർ രാജിവെച്ചു. ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവിട്ട് വെച്ചതിൽ പ്രതിഷേധിച്ച് ബെൻഗിവർ രാജിവെച്ചു. അപ്പോൾ വെടിനിർത്തലൊന്നും പറ്റില്ല, ഇവന്മാരെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള ലൈനാണ് ബെൻഗിവറിൻ്റെയൊക്കെ. അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ധാരയോട് തീവ്ര നിലപാടൊക്കെയാണ് ആർക്ക്, നെതന്യാഹുവിൻ്റെ മകന്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നെതന്യാഹുവിനെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ആഗോള സുഡാപ്പികളുണ്ടല്ലോ, അവർ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും നെതന്യാഹു മാറിയിട്ട് ബെൻഗിവർ എങ്ങാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ആയാലും എന്തായിരിക്കും? അപ്പോൾ പറയൂ നെതന്യാഹു എത്ര ഭേദമായിരുന്നു. ഇപ്പം മോദിയെ തെറി പറയുന്നവരുണ്ട്. മോദി മാറിയിട്ട് അമിത്ഷായോ യോഗിയോ വന്നാൽ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ പറയും മോദി പുണ്യവാളൻ, മോദി എത്ര ഭേദം എന്ന് പറയും. ഇപ്പോൾ വാജ്പേയി നല്ല ആളായിരുന്നു, ബാക്കി എല്ലാവരും മോശമാണെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇവർ ഈ ഇറാൻകാരൊക്കെ ചെയ്യുന്ന തമാശ, ഇറാൻ്റെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ നെതന്യാഹുവിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, തൂക്കിക്കൊന്നിരിക്കുന്നു, നെതന്യാഹു വെടിയേറ്റ് കിടക്കുന്നു. ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കുക. നെതന്യാഹു പോകുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഇറാൻ്റെ റോക്കറ്റ് വന്ന് പതിക്കുന്നു. ഇങ്ങനെ വീഡിയോ ഒക്കെ, ആനിമേറ്റഡ് വീഡിയോസൊക്കെ ഉണ്ടാക്കി രസിക്കുകയാണ് ഇവരുടെ ജോലി. ഈ കഴുത കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന പോലെ ഇവർ ഇങ്ങനെ ഉണ്ടാക്കി രസിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു ആണ് ഇപ്പോൾ ഏറ്റവും വലിയ ശത്രു. പക്ഷേ നെതന്യാഹുവിനേക്കാളും വലിയ സാധനം, കടിച്ചതിനേക്കാളും വലുത് അളയിലിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേലിൽ ലിക്വിഡ് പാർട്ടിക്ക് എങ്ങാനും അധികാരം നഷ്ടപ്പെട്ടാൽ ഇവർ നെതന്യാഹുവിൻ്റെ ഭരണം പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. നെതന്യാഹു അങ്ങ് പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറി. ഇപ്പോഴത്തെ അവസ്ഥയിൽ മിക്കവാറും അവിടെ വലിയ താരമായി നിൽക്കുന്ന ബെൻഗിവറാണ്. ഈ വെടിനിർത്തൽ കരാർ പോലും വേണ്ട എന്ന് പറഞ്ഞ ബെൻഗിവറിനെ പോലെയുള്ള അതിതീവ്രവാദികളായിട്ടുള്ള ആരെങ്കിലുമാണ് അവിടെ ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ ട്രംപും കൂടെ വന്നിട്ടുണ്ട്. ഈനാം വെച്ചിക്കും മരപ്പട്ടി കൂട്ടെന്നൊക്കെ നാട്ടുഭാഷയെ കളിയാക്കി പറയാവുന്ന പോലെ. അവർ രണ്ടുപേരും അങ്ങനെയല്ല, അവരെ ആക്ഷേപിക്കാൻ ഞാൻ പറഞ്ഞതല്ല. പക്ഷെ അവരൊക്കെ ലോകത്തിൻ്റെ ഏറ്റവും ആരാധ്യന്മാരായ ധീരന്മാരായ രാഷ്ട്രത്തലവന്മാരാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ. പക്ഷേ അവർ പരസ്പരം നല്ല സിങ്കായിരിക്കുകയാണ്. അതിനേക്കാൾ സിങ്കാവുന്ന ട്രംപിനെ പോലെ കടുത്ത കുറേ കൂടി നെതന്യാഹുവിനേക്കാൾ കടുത്ത നിലപാടുള്ള ഒരാൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, ഇത്രയും നെതന്യാഹുവിൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത നിലപാടുള്ള ആളാണ് നെതന്യാഹുവിൻ്റെ മകൻ. അതുകൊണ്ട് അച്ഛനും മകനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പാടില്ല എന്ന് നെതന്യാഹു വിലക്കിയത്. അതിനുശേഷം ഇയാളെ മകനെ എന്ത് ചെയ്തു? മകനെ നേരെ അമേരിക്കയ്ക്ക് വിട്ടു. ഫ്ലോറിഡയിലെ മിയാമിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ നെതന്യാഹുവിൻ്റെ മകനല്ലേ, നെതന്യാഹുവിൻ്റെ മകനായത് കാരണം ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നോട്ടപ്പുള്ളിയാണ്. സുരക്ഷ കൊടുക്കണം. സുരക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സുരക്ഷയൊന്നും കൊടുത്താൽ പോരാ. അതിൻ്റെ ചിലവാണ് നമ്മുടെ നാമാ ലെസിമി ഫിനാൻസ് കമ്മിറ്റി, പാർലമെൻറ്റിൻ്റെ ഫിനാൻസ് കമ്മിറ്റി മീറ്റിംഗ് പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷം $680,000 ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരൊരു കുന്നായ്മയാണ് കെട്ടിയത്. കാരണം അപ്പനെ തല്ലിയതിന് നാട് വിട്ടുപോയതാണ്. നെതന്യാഹുവായിട്ട് ഈ രാഷ്ട്രീയപരമായ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളുടെ കാര്യത്തിൽ യായറിന് അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അപ്പനെ തല്ലിയിട്ട് പോയി എന്ന് തരത്തിൽ ഇവർ വ്യാഖ്യാനിച്ചത്. പക്ഷേ അതൊരു വലിയ വിവാദമായി. ആരോപണം ഉന്നയിച്ച ലസിമി തന്നെ അത് വിഴുങ്ങിയിട്ട് പിന്നെ മറുപടി പറയാതെ മുങ്ങിയെങ്കിലും ആ വിവാദം ഇപ്പോൾ ഒരു ചർച്ചയായിട്ട് വരുന്നുണ്ട്. അതായത് 2023 ഈ പറഞ്ഞ പോലെ ഈ യായറിനെ അമേരിക്കയിലേക്ക് വിട്ടു. അമേരിക്കയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് മിയാമിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഷിൻബത്ത് അവരുടെ ഇസ്രയേലിൻ്റെ മൊസാദ് പോലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. ഷിൻബത്തിൻ്റെ സെക്യൂരിറ്റിയിലാണ് യായർ കഴിയുന്നത്. അപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ എലീറ്റ് യൂണിറ്റ് 730, ഷിൻബത്തിൻ്റെ എലീറ്റ് യൂണിറ്റ് 730 സംരക്ഷണയിലാണ് യായർ അവിടെ കഴിയുന്നത്. അതിന് ഓരോ മാസവും $55,000 ഇതിനു വേണ്ടി ചിലവാകുന്നുണ്ടെന്നുള്ളത്. ഒരു ഡ്രൈവർ, പിന്നെ കുറച്ച് ഗാർഡുകൾ, ഇത്രയും പേരാണുള്ളത്. എത്ര ഗാർഡുകൾ എന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ല. $55,000 അതിനുവേണ്ടി രാജ്യം ഓരോ മാസവും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് മിയാമിയിലൊരു കടപ്പുറത്ത് യായർ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു. ആ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അമേരിക്കയും ഈ ഷിൻബത്തിന് പുറമെ അമേരിക്കൻ FBI അടക്കമുള്ള ഏജൻസികളും യായറിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. കാരണം ഷിൻബത്തിൻ്റെ കമാൻഡോസ് മാത്രം പോരാ, അവിടെ പുറത്തുനിന്ന് ഇഷ്യൂ വന്നാൽ ആ കെട്ടിടത്തിന് കാവലൊക്കെ അമേരിക്ക സ്വന്തം നിലയ്ക്ക് പണം ചെലവഴിക്കുന്നുണ്ട്. ഒരു മകൻ കൂടി അമേരിക്കയിലാണ്. അതിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് അവർ പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്ര രൂപ ചിലവാക്കുന്നു, ആരാണ് സുരക്ഷ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വരാൻ കാരണം
ഈ പറഞ്ഞ തരത്തിൽ ഫിനാൻസ് കമ്മിറ്റിയിൽ ഈ വിവാദമുണ്ടായതിനെ തുടർന്ന് ഫിനാൻസ് കമ്മിറ്റിയിൽ അത് ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടാവുന്നത്. ഇപ്പോൾ സാറാ നെതന്യാഹു അറിയാമല്ലോ, ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ സാറ അവിടെ ഉണ്ടായിരുന്നില്ല. സാറ US സാറയ്ക്ക് കോവിഡ് വന്നിരുന്നു. കോവിഡ് വന്നതിന് ശേഷം 1.5 മാസത്തോളം സാറ അവിടെ കഴിഞ്ഞു. അവിടെ കഴിഞ്ഞ് എയറിനെ വന്ന് കണ്ടിട്ടാണ് സാറ കോവിഡ് ഭേദമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ സാറയ്ക്കും സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അമേരിക്ക റൂട്ടീനായിട്ടുള്ള ഇസ്രായേലിന് കൊടുക്കുന്ന എല്ലാ പരിഗണനയും കണക്കിലെടുത്ത് ഈ സുരക്ഷയൊക്കെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയമായി നെതന്യാഹുവിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഇത്തരം ഒരു വിവാദമായിട്ട് വന്നത്. അപ്പനെ തല്ലിയിട്ട് പോയവന് സുരക്ഷ കൊടുക്കണമെന്നൊരു ചോദ്യം. പക്ഷേ അതൊരു വില കുറഞ്ഞ ആക്ഷേപം എന്ന തരത്തിലാണ് ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നാമ ലസിമി തന്നെ ഈ വിവാദത്തിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങൾ ഇതിനെ ഒരു വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. അപ്പനെ തല്ലിയവനാണ് നെതന്യാഹുവിനെ മകൻ തല്ലി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനകത്ത് ഒരു സുഖമുണ്ട്. പക്ഷേ അങ്ങനെയല്ല സംഭവം. അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ നീ ഇനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടലെന്ന് പറഞ്ഞു. നീ എന്നിട്ട് ഇവിടുന്ന് പൊക്കോ, നിൻ്റെ എവിടുന്ന് പോയി ഇവിടെ നിന്നാൽ നീ ഇങ്ങനെ ആയിട്ട് ഈ പറയുന്നതിൽ കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സഹായിക്കുന്നുണ്ട്. സഹായങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. നെതന്യാഹുവും ബൈഡനും കൂടെ മിണ്ടാത്ത ഒരു കാലമൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു ഫോണിൽ അവസാനം പിന്നീട് ഫോണിലൂടെ സംസാരിച്ചാണ് പ്രശ്നം മഞ്ഞുരുകിയതൊക്കെ നമ്മളത് വീഡിയോ ഒക്കെ ചെയ്തതാണ്. ആ സമയത്ത് അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ പ്രസിഡന്റിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകൻ പോസ്റ്റ് ഇട്ടാൽ രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നീ സോഷ്യൽ മീഡിയ ഇടപെടേണ്ട, നിന്നെ സേഫായിട്ട് ഇസ്രായേലിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്രായേലിൽ നിന്ന് പോയാൽ പിന്നെ സുരക്ഷിതമായി വെക്കാവുന്ന സ്ഥലം അമേരിക്കയേ ഉള്ളൂ. അമേരിക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അമേരിക്ക കൊണ്ടുപോയിട്ട്. അതുകൂടി യായർ വളരെ നല്ല കുട്ടിയായിട്ട് അവിടെ ഒതുങ്ങിക്കഴിയുകയാണ്. യായറിനിപ്പോൾ 31 വയസ്സോ മറ്റാണ് ഉള്ളത്. ഏതായാലും പക്ഷേ ആ വിവാദത്തെ, ഈ സംഭവത്തെ ഇങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയ കാരണങ്ങളാൽ നമ്മുടെ കേരളത്തിലൊക്കെ വളച്ചൊടിക്കുന്ന പോലെ സങ്കുചിതമായി അത് ഒരു ഗോസിപ്പ് ലെവലിലേക്ക് വളർത്തിയെടുക്കുന്ന MP ഇസ്രയേലിലും ഉണ്ട്. അതിൽപ്പെട്ട ആളാണ് നാമ ലസിമി എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അവർ തന്നെ സ്വയം പ്രതിരോധത്തിലായി. അവർ തന്നെ അവരുടെ ആരോപണം പിൻവലിച്ച് ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.